എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനത്തിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിലപാടുകൾ വെളിപ്പെടുത്തുന്ന വചനങ്ങളുണ്ട്. നമ്മുടെ ക്ലേശങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഭൂമിയിൽ ചിലപ്പോൾ നമ്മൾ പരാജിതരായി കാണും. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജിതരായി കഴിഞ്ഞാലും നിങ്ങൾ വിജയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാജയം എല്ലാം കാണുന്ന ഒരാളുണ്ട്. ഒരാളിന് വേണ്ടിയാണ് നമ്മൾ ഈ പരാജയപ്പെട്ട് കൊടുക്കണത്. ചിലയിടത്തൊക്കെ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ലക്ഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്, അറിയാമല്ല. ചിലയിടത്തൊക്കെ നമ്മൾ കള പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ നമ്മുടെ വില പോകും. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഗുണ്ടകളെ വെച്ച് തിരിച്ചു തരണത്. പക്ഷെ നമുക്കത് പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അടികൊള്ളത് പോലെ പരാജിതരാകും. ഞങ്ങൾ പരാജിതരായാലും എന്താ കാര്യം? അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ വിജയിപ്പിക്കാൻ ഒരാളുണ്ട്. അതാരാണ്? യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ. അവനോടുകൂടി ഞങ്ങളെയും ഉയർപ്പിക്കും. അതായത് അവൻ്റെ നിത്യരക്ഷ ഉയർപ്പ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പരാജയപ്പെട്ട് കൊടുക്കുന്നത്.